മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി. ഫേസ്ബുക്കിൽ ഹൈക്കോടതി വിധിക്കെതിരായ പോസ്റ്റ് സംബന്ധിച്ചാണ് സ്വമേധയായി നടപടിയെടുത്തത്. സർവകലാശാല കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതി ജഡ്ജിമാർ സംഘപരിവാർ ബന്ധമുള്ളവരാണ് എന്നായിരുന്നു പോസ്റ്റ്. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഈ ആർ രാജേഷിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ജുഡീഷ്യറിക്കെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നടപടിയാണ് രാജേഷിനെതിരെ എടുത്തിരിക്കുന്നത്? അജയ്, കഴിഞ്ഞ ദിവസം ഈ സർവകലാശാല രജിസ്ട്രാർ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ആ കേസ് പരിഗണിക്കുന്ന ദിവസത്തിൽ ജസ്റ്റിസ് DK സിംഗ് അതിനിടയിൽ ചില പരാമർശങ്ങൾ കൂടി നടത്തി. അതാണ് ഇപ്പോൾ അജി സൂചിപ്പിച്ച വിമർശനം. അതായത് സംഘപരിവാര അനുകൂലികളായ ഏതാനും പേരാണ് സമീപകാലത്ത് ഹൈക്കോടതിയിൽ സർവകലാശാല കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതി ദേവതയാണ്, കാവിക്കൊടിയേന്തിയ സ്ത്രീയല്ല എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സംഗ്രഹം. ആ പോസ്റ്റ് വളരെ വിശദമായി തന്നെ കോടതിയിൽ ജസ്റ്റിസ് DK സിംഗ് പറയുകയും വളരെ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമെന്നതുൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പും കോടതി നൽകിയിരുന്നു. ഇന്നിപ്പോൾ ജസ്റ്റിസ് DK സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ പരാമർശത്തിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഒപ്പം തന്നെ മുൻ MLA കൂടിയായിട്ടുള്ള ആർ രാജേഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഹൈക്കോടതി വിധികൾക്കെതിരെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ജുഡീഷ്യറിയുടെ സൽപ്പേരിനും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു അന്തസ്സിനും കളങ്കമാണ് എന്നതുൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നത്. സ്വമേധയാ ഹൈക്കോടതി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ 23-ന് ആ കേസ് രജിസ്ട്രിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഏത് ബെഞ്ചിന് മുമ്പിലാണെന്നത് ചീഫ് ജസ്റ്റിസിന്റെ കൂടി നിർദ്ദേശത്താൽ ഏത് ബെഞ്ചിന് മുന്നിലേക്കാണ് വിടേണ്ടത് അതനുസരിച്ച് ചെയ്യാൻ രജിസ്ട്രിക്കും ജസ്റ്റിസ് DK സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനും കോടതി നോട്ടീസ് അയക്കും. ഈ കോടതിയലക്ഷ്യ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് പോസ്റ്റുകൾ ഇട്ടത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇപ്പോഴുള്ള നിലപാട് എന്താണ്, പ്രത്യേകിച്ച് ജുഡീഷ്യറിക്കെതിരെ വിമർശിക്കുന്നത് വെച്ചുപൊറുപ്പിക്കാനാവില്ല. അത് ഈ ജുഡീഷ്യറിയുടെ പൊതുജനങ്ങളിലുള്ള വിശ്വാസം, പൊതുസമക്ഷമുള്ള വിശ്വാസം ഒക്കെ തകർക്കും. മാത്രമല്ല ജുഡീഷ്യറിയുടെ അന്തസ്സിനും കളങ്കമാണെന്നതുൾപ്പെടെ ഇന്ന് ഈ ജസ്റ്റിസ് DK സിംഗ് പുറത്തിറക്കിയ ആ ഉത്തരവിലുണ്ട്. ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഉത്തരവിലുണ്ട്. എന്തായാലും ആർ രാജേഷിനെതിരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബന്ധപ്പെടുത്തി ഹൈക്കോടതി സ്വമേധയാ നടപടിയെടുക്കുകയാണ്. അജി.